ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഈത്തപ്പഴം കഴിക്കാൻ പറ്റുമോ, അവരതിലുള്ള മധുരം നമ്മളെ ബോഡിയിൽ പ്രയാസം ഉണ്ടാക്കുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഏകദേശം ഒരു 25 ഗ്രാം വെയിറ്റുള്ള ഒരു ഈത്തപ്പഴം എടുത്താൽ അതിൽ വരുന്നത് 18 ഗ്രാമോളം മധുരമാണ്. ബാക്കി 7 ഗ്രാമാണ് അതിൽ പോഷകങ്ങൾ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ആക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇതിലുള്ള പോഷകങ്ങൾ ശരീരം സ്വീകരിക്കുകയും അതിലുള്ള മധുരത്തെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുക. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് ഇത് ബാലൻസ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ. എന്നാലൊരു ഷുഗർ ഫാറ്റ് ഓവർലോഡായിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ ഈത്തപ്പഴത്തിലേതായാലും അധികമുള്ള മധുരം ആ പോഷകങ്ങളെ സ്വീകരിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി ഓവർലോഡായിട്ടുള്ള ഡയബറ്റിക്, അതുപോലെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർ, ഫാറ്റി ലിവർ ഉള്ളവർ, അതുപോലെ വിസറൽ ഫാറ്റ്, അബ്ഡമനൽ ഏരിയയിലുള്ള ഫാറ്റ് ഉള്ളവർ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരൊക്കെ ഒരു കരുതലുണ്ടായിരിക്കൽ തീർച്ചയായും എന്നുള്ളതാണ്. ഈത്തപ്പഴത്തിലുള്ള മധുരം എന്ന് പറയുന്നത് ഫ്രക്ടോസിൻ്റെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഒരു പഞ്ചസാരയിലുള്ളതാണെങ്കിൽ 50-50 അനുപാതത്തിലാണുള്ളത്. അപ്പോൾ ഈ ഫ്രക്ടോസിൻ്റെ ഒരു സ്വഭാവം നമ്മളെ ലിവറിൽ മാത്രമാണ് അതിൻ്റെ ദഹനം നടക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓൾറെഡി ഓവർലോഡായിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ അപ്പോൾ അവിടെ ദഹനത്തിനും അത് സ്റ്റോറേജ് ചെയ്യുന്നതിനൊക്കെ പ്രയാസം ഉണ്ടാക്കും. ഇനി എപ്പോഴെങ്കിലായിട്ട് ഒരു ഈത്തപ്പഴം കഴിക്കേണ്ടി വരുന്ന, ഒരു വിശ്വാസപരമായ മറ്റു കഴിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക മാക്സിമം. പിന്നെ കഴിക്കാൻ നിർബന്ധമായ ഒരു സന്ദർഭത്തിലാണെങ്കിൽ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും ഫൈബറും ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു ബ്ലഡ് സ്ട്രീമിലേക്ക് ഗ്ലൂക്കോസ് എത്താതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും.